ഞാൻ നൽകുന്ന സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്താണെന്നറിയാമോ? നല്ല ദമ്പതികൾ. ബൈബിളിൽ നല്ല ദമ്പതികളെക്കുറിച്ച് പറയുന്നുണ്ട്. നല്ല ദമ്പതികളാണ് അവരുടെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ കാണാം. എങ്ങനെ അവർ നല്ല ദമ്പതികളായി നമുക്ക് നോക്കാം. ഒന്നാമതായി, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത്, പുരുഷനെ സൃഷ്ടിച്ചപ്പോൾ, ആ പുരുഷൻ ഒരു കുറവും കൂടാതെ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ആദമിനെ ഏദൻ തോട്ടത്തിൽ ആക്കി. തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനായി മണ്ണിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായിട്ട് ജീവിക്കുവാൻ ആരംഭിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ ശേഷം ബൈബിളിൽ പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കി തനിക്കൊരു കൂട്ടുണ്ടായിരിക്കണം, ഒരു ജീവിത പങ്കാളി ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എന്തു ചെയ്തുവെന്നറിയാമോ? മനുഷ്യൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത്, ആദമിൻ്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒന്നെടുത്ത് ഹവ്വയെ സൃഷ്ടിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ആദാമിന് ഓപ്പറേഷൻ ചെയ്യേണ്ടതായി വന്നു. നിങ്ങൾക്കറിയാവുന്നതാണ്, ഒരു വ്യക്തിയെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നിശ്ചയമായിട്ടും ആദ്യം അവനെ മയക്കണം. ആ മയക്കുവാൻ ആവശ്യമായ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒരു ഡോക്ടർ ആവശ്യമാണ്. ആ മയക്കുന്ന ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷമാണ് ഓപ്പറേഷൻ നടത്താനിടയാകുന്നത്. മയക്കുന്ന ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചതായ വ്യക്തി, അദ്ദേഹം എങ്ങനെയാണ് ഈ മരുന്ന് കണ്ടുപിടിച്ചത് എന്നറിയാമോ? ഒരു കാലത്ത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നതായ സമയത്ത് ഓപ്പറേഷൻ ടേബിളിൽ മനുഷ്യനെ കിടത്തിയിട്ട് 4 പേർ വന്ന്, ഒരാൾ ഒരു കൈ പിടിക്കും, മറ്റൊരാൾ ഒരു കൈ പിടിക്കും, വേറെ ഒരാൾ ഒരു കാല് പിടിക്കും, മറ്റൊരാൾ മറ്റേ കാല് പിടിക്കുമായിരുന്നു. ഇങ്ങനെ 4 പേർ ചേർന്ന് ബലപ്രയോഗത്തിൽ കൂടി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നതായ ആ വ്യക്തിയെ അനങ്ങാതെ മുറുകെ പിടിച്ചു വയ്ക്കുമായിരുന്നു. ഓർക്കുക, ബോധം കെടുത്തുന്ന മരുന്ന് കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടിയിരിക്കുന്നതായ ആളുകളുടെ അവസ്ഥ എന്താകുമായിരുന്നു? മനുഷ്യൻ എത്രത്തോളം യാതന അനുഭവിക്കുമായിരുന്നു. വാസ്തവത്തിൽ ഈ ക്ലോറോഫോം, അനസ്തേഷ്യ, ഈ മയക്കുന്ന ഇഞ്ചക്ഷൻ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ പച്ചയോടെ ഓപ്പറേഷൻ ചെയ്യുമായിരുന്നു. ആ വേദന സഹിക്കവയ്യാതെ നിലവിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഓപ്പറേഷൻ ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് കൈകാലുകൾ വലിച്ചു കെട്ടുമായിരുന്നു. അതിനുശേഷം ഓപ്പറേഷൻ ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു ഓപ്പറേഷൻ നടന്നത്. എന്നാൽ ഈ ബോധം കെടുത്തുന്നതായ മരുന്ന് കണ്ടുപിടിച്ച ശേഷം ആ മനുഷ്യൻ ഒരു ആത്മീയനായിരുന്നു. ആദാമിൻ്റെ വാരിയലിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ആദ്യം ആദമിന് ദൈവം ഒരു ഉറക്കം വരുത്തി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. എങ്ങനെയാണ് ആദമിനൊരു ഗാഢനിദ്ര വരുത്തിയിട്ട് ആ ഗാഢനിദ്രയിൽ അവൻ്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്തുകൊണ്ട് ഹവ്വയെ സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഈ ഭാഗം വായിച്ചതായ ആ ആത്മീയനായ മനുഷ്യൻ ഒരു സത്യം മനസ്സിലാക്കി. എന്താണെന്ന് വെച്ചാൽ, ആദമിൻ്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്തുകൊണ്ട് അതിൽ നിന്നും ഹവ്വയെ ദൈവം സൃഷ്ടിച്ചു എന്ന് വായിക്കുമ്പോൾ ആദ്യമായി ഓപ്പറേഷൻ നടത്തിയതാരാണ്? ദൈവമാണ്. ആദ്യത്തെ ഡോക്ടർ ആരാണ്? ദൈവമാണ്. ആദമിൻ്റെ വാരിയല്ലുകളിൽ നിന്ന് ഒന്നെടുത്ത് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഹവ്വയെ സൃഷ്ടിക്കുന്നതായ പ്രക്രിയയിൽ ദൈവം ആദ്യം എന്താണ് ചെയ്യുവാനിടയായത്? ആദമിനെ ബോധം കെടുത്തി. അതിനുശേഷം അവൻ്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചു എന്ന് വായിച്ചപ്പോൾ ആ ആത്മീയനായ മനുഷ്യനൊരു സത്യം മനസ്സിലായി. ഓപ്പറേഷൻ നടക്കുമ്പോൾ ഒരു വ്യക്തി അത് അറിയാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഗാഢനിദ്ര വരുത്തേണം, അവൻ്റെ ബോധം കെടുത്തേണം. അങ്ങനെ ബോധം കെടുത്തുന്നതായ ഒരു ഇഞ്ചക്ഷൻ കണ്ടുപിടിക്കണം. അങ്ങനെയാണ് അദ്ദേഹം ബോധം കെടുത്തുന്നതായ ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചു. ഫലമായിട്ട് അത് കണ്ടുപിടിച്ചതിൻ്റെ ഫലമായി ബോധം കെടുത്തുന്നതായ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതായ ഡോക്ടർ വന്നു. അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴാണ് പിന്നീടുള്ള ഓപ്പറേഷൻ സുഗമമായി നടക്കുന്നത്. അങ്ങനെ ലോകത്തിൽ ആദ്യം ദൈവം ഓപ്പറേഷൻ ചെയ്തിട്ട് ആദമിന് കൂട്ടായിരിക്കാൻ ഹവ്വയെ സൃഷ്ടിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമാകുമ്പോൾ പിന്നെ അവരെ നിങ്ങൾ ഒറ്റയ്ക്കാക്കരുത്. അത് നല്ല കാര്യം അല്ല. ചില സന്ദർഭത്തിൽ ചില മാതാപിതാക്കൾ പ്രാർത്ഥനയ്ക്കായി എൻ്റെ അടുക്കൽ വരുമ്പോൾ പറയാറുണ്ട്, എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിവാഹപ്രായമായി, മകൾക്ക് വിവാഹം നടക്കുന്നില്ല,
വിവാഹം നടക്കുവാനായി പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട്. ഞാൻ പറയും പ്രാർത്ഥിക്കും. എന്നാൽ നിങ്ങളുടെ മകളുടെ വയസ്സ് എത്രയാണ്? 43 വയസ്സാണ്. എത്ര വയസ്സാണ്? 43 വയസ്സാണെന്ന് പറയുന്നു. എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. വിവാഹപ്രായമായിട്ട് 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, സാധാരണമായിട്ട് പെൺകുട്ടികൾക്ക് 20 വയസ്സ് കഴിയുകയാണെങ്കിൽ വിവാഹപ്രായം ആയി എന്നാണ്. പഠിക്കുന്നത് കൊണ്ട് 21-ാമത്തെ വയസ്സിൽ ഡിഗ്രി കഴിയുന്നത് കൊണ്ട് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടികളെ വിവാഹം നടത്തുന്നത് നല്ല കാര്യമാണ്. ചില ആളുകൾ പോസ്റ്റ് ഗ്രാജുവേഷനും മാസ്റ്റർ ഡിഗ്രിയൊക്കെ ചെയ്യുന്നത് കാരണമായിട്ട് 22, 23, 24 ഈ കാലയളവിലാണ് സാധാരണമായിട്ട് നമ്മുടെ പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കേണ്ടിയിരിക്കുന്നത്. അതുപോലെ ആൺകുട്ടികളെ സംബന്ധിച്ച് 22, 21 വയസ്സാകുമ്പോൾ മാസ്റ്റർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ 2-3 വർഷം ജോലിയുടെ ശ്രമങ്ങളൊക്കെ നടത്തും. അത് സാധാരണമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു 26 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും നല്ല ജോലിയൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ആൺകുട്ടികളെ സംബന്ധിച്ച് 26, 27, 28 പ്രായത്തിൽ വിവാഹം നടത്തുന്നത് ആണ് ഉത്തമം. ഓരോ സമയത്ത് ചെയ്യേണ്ടതായ കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് 20 വയസ്സ് കഴിയുന്നതായ സന്ദർഭത്തിൽ നിങ്ങൾ നിശ്ചയമായും അവർക്കായി പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മകൾക്ക് അല്ലെങ്കിൽ മകന് തക്കതായുള്ള ഒരു ജീവിത പങ്കാളിയെ നീ എവിടെയോ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ബില്ലി ഗ്രഹാമിന് പെൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ ഒരു പെൺകുട്ടിക്ക് 16 വയസ്സായിരുന്ന സമയത്ത് തൻ്റെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, മകളെ, നീ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാണോ ഡാഡി എന്ന് ചോദിച്ചു. അതായത്, നീ വിവാഹം കഴിക്കാൻ പോകുന്നതായ പയ്യനുണ്ടല്ലോ, അവനായി പ്രാർത്ഥിക്കണം. അയ്യോ, എനിക്ക് 16 വയസ്സല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ അവനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു. ബില്ലി ഗ്രഹാം എന്ത് പറഞ്ഞെന്നറിയാമോ? ഇപ്പോൾ തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. നിനക്കിപ്പോൾ 16 വയസ്സാണെങ്കിൽ അവനെ സംബന്ധിച്ചൊരു 17, 18, 19 വയസ്സൊക്കെ ആയിരിക്കുമല്ലോ. അവനെവിടെയോ ജീവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എവിടെയോ ജീവിക്കുന്ന അവൻ നിന്നെ ഒരു ദിവസം വിവാഹം കഴിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ മുതൽ തന്നെ അവൻ്റെ ചുറ്റും പ്രാർത്ഥനയുടെ വേലി കെട്ടുക എന്നത് നല്ല കാര്യമല്ലേ? ഇപ്പോൾ തന്നെ അവനു വേണ്ടി പ്രാർത്ഥിക്കണം. പറയണം, കർത്താവേ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതായ പയ്യൻ എവിടെയുണ്ട്, അവനെ സഹായിക്കണമേ, അവനെ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബില്ലി ഗ്രഹാം 16 വയസ്സുള്ള തൻ്റെ മകളെ പ്രാർത്ഥിക്കാനായി പ്രേരിപ്പിച്ചു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അപ്പോഴെൻ്റെ പ്രായം 16 വയസ്സായിരുന്നു. അതിനുശേഷം 19 വയസ്സ് ആയപ്പോൾ മുതൽ എൻ്റെ ജീവിത പങ്കാളിക്കായി ഞാൻ പ്രാർത്ഥിക്കുക എന്നത് എൻ്റെ ശീലമാകാനിടയായി. അതുപോലെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവിന് എനിക്ക് കുട്ടികളെ നൽകുമല്ലോ, അവർ കർത്താവിൻ്റെ വേല ചെയ്യേണ്ടവരായി മാറണം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ ടീനേജിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ എൻ്റെ കൊച്ചുമകന് വേണ്ടി, കൊച്ചുമകൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അബദ്ധവശാൽ ആരെങ്കിലും എൻ്റെ പ്രാർത്ഥന കേൾക്കുകയാണെങ്കിൽ വിചാരിക്കും, ഇയാൾക്ക് സുഖമില്ല എന്ന്. ഇയാളുടെ തലയ്ക്ക് നല്ല സുഖമില്ല എന്ന് നിശ്ചയമായിട്ടും അവർ പറയുമായിരുന്നു. ഇയാൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 19 വയസ്സേ ഉള്ളൂ ഇയാൾക്ക് പ്രായം. ഇപ്പോഴിതാ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൊച്ചുമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇയാൾക്ക് നല്ല ബോധമില്ലയോ എന്ന് അവർ വിചാരിക്കുമായിരുന്നു. എന്നാലൊരു കാര്യം അറിയാമോ? നിങ്ങളുടെ മക്കൾക്കായി നിങ്ങൾ കഷ്ടപ്പെടുമല്ലോ. അവർ കഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ എല്ലുനുറുങ്ങി പണിയെടുത്തുകൊണ്ട് കഷ്ടപ്പെട്ട് അവർക്കായി വീട് വയ്ക്കും, അവർക്ക് വേണ്ടി വസ്തു വാങ്ങും. അവർ നമ്മെപ്പോലെ കഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കുറച്ച് സ്വത്തൊക്കെ അവരുടെ പേരിൽ ഉണ്ടാക്കി വയ്ക്കുകയില്ലേ? നിങ്ങൾ മരിച്ചുപോയതിന് ശേഷവും നിങ്ങൾ നിർമ്മിച്ചതായ ആ ഭവനത്തിൽ അവർ സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. അതല്ലേ നിങ്ങൾ അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ദയവിച്ചത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കൂട്ടിവച്ചിരിക്കുന്ന പണത്തേക്കാൾ, നിങ്ങളുടെ മക്കൾ നന്നായിട്ട് ജീവിക്കുവാനായി നിങ്ങൾ വാങ്ങിക്കൂട്ടിയതായ സ്വത്തിനേക്കാൾ, സമ്പാദ്യത്തേക്കാൾ, ഉണ്ടാക്കിയ വീടിനേക്കാൾ ശ്രേഷ്ഠമായത് എന്താണെന്നറിയാമോ? പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെ നിങ്ങൾക്ക് കൂട്ടിവെക്കാൻ കഴിയും. ബാങ്കിൽ നിങ്ങൾ പണം നിക്ഷേപിച്ചിട്ട് എൻ്റെ അനന്തരാവകാശി നോമിനി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മരണശേഷം ഈ പണം എൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കോ വരണമെന്ന് പറഞ്ഞുകൊണ്ട് നോമിനിയുടെ പേരുകൾ നിങ്ങൾ വയ്ക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂട്ടിവെക്കാൻ കഴിയും. കർത്താവേ, എൻ്റെ കൊച്ചുമകനായിട്ട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കൊച്ചുമകൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവർ നിന്നെ സേവിക്കണം, ആത്മീയതയുള്ളവരായിട്ട് ജീവിക്കണം, അനുഗ്രഹിക്കപ്പെട്ടവരാകണം. പാപത്തിൻ്റെ ദുശീലങ്ങൾക്ക്
അല്പകാല പാപഭോഗങ്ങൾക്ക്, ദുഷ്ടക്കൂട്ടുകെട്ടുകൾക്ക്, ദുഷിച്ച ബന്ധങ്ങളിൽ, അനാവശ്യമായ ദുശീലങ്ങളിലൊന്നും എൻ്റെ കുട്ടികൾ പെട്ടുപോകുവാൻ പാടില്ല. എൻ്റെ കൊച്ചുമകളാകട്ടെ അടിമപ്പെടാൻ പാടില്ല. എനിക്ക് ശേഷം വരുന്നതായ തലമുറകൾ അവർ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ശക്തമായി ജീവിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല. നീ മരിച്ചതിൻ്റെ ശേഷം സ്വർഗത്തിലേക്ക് പോകുമല്ലോ. എന്നാൽ നീ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തതായ പ്രാർത്ഥന സ്വർഗത്തിൽ പ്രാർത്ഥനയുടെ മുറിയിൽ വെച്ചിരിക്കും. നീ കടന്നുപോയാലും നിന്റെ പ്രാർത്ഥനയ്ക്കുള്ളതായ മറുപടി ദൈവം തന്നുകൊണ്ടേയിരിക്കും. നമ്പൂരിൽ 15 ഏക്കറോളം സ്ഥലം നമുക്ക് വാങ്ങുവാനായിട്ട് കഴിഞ്ഞു. അവിടെ കൽവറി ടെമ്പിളിൻ്റെ വലിയൊരു ആലയമുണ്ട്. ഏകദേശം 20,000 ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന വലിയൊരു ആലയമാണ്. ആ സ്ഥലം ഞാൻ വാങ്ങിയ സമയത്ത് ആ സ്ഥലത്ത് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അത് ഇപ്പോഴുമുണ്ട്. ആ സ്ഥലം ഞാൻ വാങ്ങിയതിന് ശേഷം മനോഹരമായൊരു ആലയം അവിടെ നിർമ്മിച്ചതിന് ശേഷം, മനോഹരമായ ഒരു ആരാധനാ ആലയം പണിതതിൻ്റെ ശേഷം, ഒരു ദിവസം ഞാൻ സഹോദരന്മാരോട് ചോദിച്ചു, ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അതിൽ ആരായിരുന്നു താമസിച്ചിരുന്നത്? ഈ ദേശത്ത് താമസിക്കുന്നതായ പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാമല്ലോ, അവരോട് പോയി അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഏൽപ്പിച്ചു. ഞാൻ തിരികെ വന്നപ്പോഴേക്കും എൻ്റെ സഹോദരങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് അറിഞ്ഞിരുന്നു. ആ ഗസ്റ്റ് ഹൗസിൽ പ്രായമുള്ള ഒരു അമ്മ താമസിച്ചിരുന്നു. അവർ എപ്പോഴും മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ശീലമുള്ളവർ ആയിരുന്നു. എത്ര കാലം മുമ്പാണെന്നറിയാമോ? ഏകദേശം 120 വർഷങ്ങൾക്ക് മുമ്പാണ്. എത്ര കാലം മുമ്പാണ്? 120 വർഷങ്ങൾക്ക് മുമ്പ് ഭക്തിയായ ഒരു അമ്മ ആ സ്ഥലത്ത് ജീവിച്ച്, ആ അമ്മ എന്തെല്ലാം പ്രാർത്ഥിച്ചു എന്ന് നമുക്കറിയില്ല. എന്നാൽ ഈ ദിവസം ആന്ധ്ര സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ദൈവസഭ അവിടെ തന്നെ നിർമ്മിക്കാനിടയായി. 120 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ദൈവം ആ അമ്മ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന കേട്ട് മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലായോ? അവരെവിടെയാണ്? സ്വർഗത്തിലാണുള്ളത്. എന്നാൽ അവർ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതായ പ്രാർത്ഥനയുടെ മറുപടി ദൈവം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കളെ, മടുപ്പില്ലാതെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കളെക്കുറിച്ച് പ്രാർത്ഥിക്കേണ്ടത്, അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ അനുഗ്രഹത്തെക്കുറിച്ച്, അവരുടെ നല്ല ആത്മീയ ജീവിതത്തെക്കുറിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അവർക്ക് ജനിക്കാൻ പോകുന്ന മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. എങ്ങനെയാണോ നിങ്ങൾ മക്കൾക്കും മക്കളുടെ മക്കൾക്കുമൊക്കെ പണം സ്വരൂപിച്ചു വയ്ക്കുന്നത്, അതുപോലെ പ്രാർത്ഥനയും നിങ്ങൾക്ക് സ്വരൂപിച്ചു വയ്ക്കുവാൻ കഴിയും. പ്രിയ സഹോദര സഹോദരി, ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, എനിക്ക് വിവാഹം കഴിക്കുവാൻ ഇഷ്ടമില്ല, വിവാഹം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണമായിട്ട് പല സന്ദർഭങ്ങളിലും നിങ്ങളുടെ മനസ്സിൽ തോന്നിയേക്കാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ഏകനായിരിക്കാൻ പാടില്ല എന്നാണ്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമാകുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടതായ ശ്രമങ്ങൾ ചെയ്യണം. ബ്രദർ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറയും. ഇംഗ്ലണ്ടിൽ എനിക്കൊരു ഫ്രണ്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് റിച്ചാർഡ് എന്നാണ്. അദ്ദേഹത്തിന് 38 വയസ്സാണ് പ്രായം. ഏകദേശം 26 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, 38 വയസ്സായിരിക്കുന്നല്ലോ, എന്താണ് ഇങ്ങനെ ഒരു കല്യാണമൊക്കെ കഴിക്കേണ്ടേ? എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? വിവാഹം കഴിക്കേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞെന്നറിയാമോ? എനിക്കും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്താണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മുതൽ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുകയാണ്, എന്നാൽ വിവാഹം കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ദൈവം പ്രാർത്ഥിക്കാൻ മാത്രമാണോ പറഞ്ഞിരിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് തക്കതായ ജീവിത പങ്കാളിയെ ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാൽ ബൈബിളിൽ എന്താണ് പറയുന്നത്? യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായുണ്ട്. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പ്രാർത്ഥന ചെയ്തിട്ട് വിട്ടാൽ മതിയാകില്ല. ഞങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല വിവാഹം നടക്കാനായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ കല്യാണ ചെറുക്കൻ വീട്ടിൽ വരുമോ? അമ്മാവാ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു, എന്നെ അയച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മൂത്ത മകളെയാണോ ഇളയ മകളെയാണോ, ഏത് വ്യക്തിയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടത്? ആരും അങ്ങനെ വരില്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം മതിയാകില്ല. പ്രിയമക്കളെ, നിങ്ങൾ നന്നായി പഠിച്ചു എന്ന് വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ പാസ്സായി. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നാൽ മതിയാകുമോ?
നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ജോലിക്ക് വേണ്ടി എന്തു ചെയ്യണം? അന്വേഷിക്കണം. ഏതെല്ലാം കമ്പനികളിലാണ് വേക്കൻസികൾ ഉള്ളത് എന്ന് നിങ്ങൾ ന്യൂസ് പേപ്പറുകളിൽ നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ അന്വേഷിച്ച് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം. അതായത് നിങ്ങൾ മുട്ടണം. നിങ്ങൾ അന്വേഷിക്കണം, അവിടെ ചെന്ന് മുട്ടണം. പ്രാർത്ഥിച്ചാൽ മതിയാകില്ല. എന്നാൽ ദൗർഭാഗ്യകരമായ കാര്യം, പല ക്രിസ്തീയ മാതാപിതാക്കളും പലരും ചെയ്യുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ, അവർ പറയും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം വിവാഹകാര്യം ചെയ്യും. എന്നാൽ ദൈവം അങ്ങനെ ചെയ്യില്ല. മാതാവെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ നിങ്ങളുടെ കടമ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകില്ല. മക്കൾക്ക് ആവശ്യമുള്ള നല്ല ജീവിത പങ്കാളികളെ നിങ്ങൾ അന്വേഷിക്കണം. മുട്ടണം, വാതിൽക്കൽ മുട്ടണം. അതല്ലാതെ, ഞാൻ ഇതിൻ്റെ മുൻപ് നിങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ വീണ്ടും പറയട്ടെ. കഴിഞ്ഞ ആഴ്ച ഒരമ്മ 2 പെൺമക്കളുമായി വന്നു. പ്രായമുള്ള കുട്ടികളാണ്. ആ അമ്മ പ്രാർത്ഥനാ വിഷയമായിട്ട് പറയുകയാണ്, മക്കൾക്കായി പ്രാർത്ഥിക്കണം എന്ന്. എൻ്റെ പെൺമക്കളാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാണ്? വിവാഹം കഴിഞ്ഞിട്ടില്ല. വീണ്ടും കഥ പറയുകയാണ്. അവരെ കാണുമ്പോൾ അറിയാം 40ഓ 42ഓ വയസ്സ് കാണും. എന്നാൽ വിവാഹം കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടോ ഇത് കൂടുതലായിട്ടും നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിൽ മാത്രമാണ് കാണാൻ കഴിയുന്നത്. അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല. അതുകൊണ്ട് പ്രിയ സഹോദര, സഹോദരി, ഓർക്കുക, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം പറയുന്നു. നിങ്ങളുടെ മകനായിക്കൊള്ളട്ടെ, മകൾക്കായിക്കൊള്ളട്ടെ, വിവാഹപ്രായം ആകുന്ന സമയത്ത് അവരുടെ വിവാഹം നടത്തണം. അതായത് വയസ്സ് കൂടുന്തോറും വിവാഹപ്രായമാകുന്ന സമയത്ത് അവരുടെ ശാരീരികമായ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, വിവാഹപ്രായമാകുമ്പോൾ അവരുടെ ശരീരത്തിൽ കുറച്ച് ആഗ്രഹങ്ങളുണ്ടാകും. അത് നിവർത്തിക്കാൻ അവർക്ക് ഇഷ്ടം തോന്നും. ആ ആഗ്രഹങ്ങൾ വിവാഹത്തിൽ കൂടി നിറവേറ്റണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ശാരീരികമായുള്ള ഇഷ്ടങ്ങൾ, വിവാഹത്തിൽ കൂടി ആഗ്രഹങ്ങൾ നടക്കണം. അതേ സമയത്ത് അതിൻ്റെ പ്രവൃത്തിയിൽ കൂടി കുഞ്ഞുങ്ങൾ ജനിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മകൾക്ക് 22 വയസ്സാകുമ്പോൾ, 23 വയസ്സാകുമ്പോൾ, 24 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ 25 വയസ്സാകുമ്പോൾ, നിങ്ങളുടെ മകനാണെങ്കിലും മകളാണെങ്കിലും സാധാരണമായി ദൈവം നിർമ്മിച്ചതായ അവരുടെ ശരീരത്തിൽ ഒരു ആഗ്രഹമെന്നത് ദൈവം തന്നെ ഉണ്ടാക്കിയതാണ്. ദൈവത്തെ ശ്രദ്ധിക്കുക. ആ ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടായിരിക്കുമ്പോൾ വിവാഹം ചെയ്യുന്നത് നിമിത്തമായി അവർ ചിന്തകളിൽ കൂടി തെറ്റുകൾ ചെയ്യുക, പാപം ചെയ്യുക എന്നത് അവോയ്ഡ് ചെയ്യാൻ കഴിയും. വിവാഹപ്രായമാകുമ്പോൾ നിങ്ങളുടെ മകനാകട്ടെ, മകൾക്കാട്ടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ എന്തു ചെയ്യുമെന്നറിയാമോ? ചിന്തകളിൽ കൂടി തെറ്റ് ചെയ്തേക്കാം. ഏതെങ്കിലും ഒരുവനെക്കുറിച്ച് വിചാരിച്ചുകൊണ്ട് മനസ്സിൽ പാപം ചെയ്യാനിടയാകും. അതുപോലെ ഏതെങ്കിലും ഒരുവളെ വിചാരിച്ച് മനസ്സിൽ പാപം ചെയ്യും. ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പാപങ്ങൾ ചെയ്യുന്നതായ രീതിയിൽ ചില മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ വരുത്തിവെക്കുകയാണ് എന്നുള്ളതാണ് സത്യമായ കാര്യം. മാതാപിതാക്കളെ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് തക്ക സമയത്തു തന്നെ ദൈവം ആദമിന് ഹൗവ എന്ന സ്ത്രീയെ ഭാര്യയാക്കി കൊടുക്കാനിടയായി. ഇവർ 2 പേരും ദൈവത്താൽ തന്നെ ഒരുമിക്കപ്പെട്ടതായ ദമ്പതികളാണ്. ദൈവം തന്നെയാണ് ആദമിന് സുന്ദരിയായ ഹൗവയെ ഭാര്യയാക്കി കൊടുത്തത്. ശ്രദ്ധിക്കണം, ദൈവം വിവാഹം നടത്തിയതുകൊണ്ട് പ്രശ്നമുണ്ടാകില്ല എന്ന് വിചാരിക്കരുത്. ചോദ്യം, ആദമിനെ ഹൗവയുടെയും വിവാഹം ആരാണ് നടത്തിയത്? ദൈവമാണ് ചെയ്തത്. ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ പറയുന്നുണ്ട് എൻ്റെ വിവാഹം വിശുദ്ധ വിവാഹമാകുന്നുവെന്ന്? ദൈവഹിതപ്രകാരമാണ് എൻ്റെ വിവാഹം നടന്നത് എന്ന് പറയുന്നവരൊന്ന് കരമുയർത്താമോ? എൻ്റെ വിവാഹം വിശുദ്ധ വിവാഹമാണ്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടത്തിയ വിവാഹമാണെന്ന് പറയുന്നവർ എന്താണ്? പല ആളുകളും കൈകൾ ഉയർത്തുന്നില്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണോ നടത്തിയത്? അതോ എൻ്റെ ഇഷ്ടമൊന്നും നോക്കിയില്ല, എൻ്റെ അമ്മയും അപ്പനും പറഞ്ഞു വിവാഹം നടത്താൻ, ഞാനങ്ങനെ വിവാഹം ചെയ്തു, കെട്ടാൻ പറഞ്ഞു, ഞാൻ കെട്ടി, അങ്ങനെയാണോ? നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ വിവാഹം ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടന്നുവെന്ന്? അവർ ഒന്ന് കരമുയർത്താമോ? എന്തുകൊണ്ടാണ് ചില ആളുകൾ കൈ ഉയർത്താതിരിക്കുന്നത് എന്നറിയാമോ? എൻ്റെ വിവാഹമോ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടന്നുവെന്നോ? ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടന്നുവെങ്കിൽ ഇങ്ങനെയുള്ളൊരു ദുഷ്ടനെ എനിക്ക് കെട്ടേണ്ടി വരുമായിരുന്നോ? എൻ്റെ വിവാഹം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ ദുഷ്ടയായ ഒരു സ്ത്രീ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വരുമായിരുന്നോ? ഒരിക്കലുമല്ല. ഇത് ദൈവത്തിൻ്റെ ഹിതം അല്ല. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാനിന്ന് നരകം അനുഭവിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും ധൈര്യത്തോടെ കരമുയർത്തുവാനായിട്ട് കഴിയാതിരിക്കുന്നത്. ഭർത്താവ് ഇപ്പോൾ ചോദിക്കും, എന്താണ് കരമുയർത്താത്തത്? ഉയർത്തിയേക്കാം.
പണ്ട് ഒരു ദൈവദാസൻ പ്രസംഗിക്കുകയാണ്, ഓരോ ഭർത്താവും ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് യജമാനൻ. നിങ്ങളിൽ എത്ര പേർ ഭർത്താവായി, യജമാനനായി നിങ്ങളുടെ കടമകളെ നിർവഹിക്കുന്നുണ്ട്? അവർ കരമുയർത്തുക എന്ന് പറഞ്ഞപ്പോൾ ആ സഭയിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകളും കൈയുയർത്തിയില്ല. ഭർത്താവായി എൻ്റെ വീട്ടിലൊരു യജമാനൻ്റെ സ്ഥാനമുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ ഈ സമയത്ത് ഒരുത്തൻ കൈയുയർത്തി. പാസ്റ്റർ പറഞ്ഞു, നോക്കൂ, നമ്മുടെ സഭയിൽ ഭർത്താവെന്ന നിലയിലും യജമാനെന്ന നിലയിലും നിങ്ങൾക്ക് ഉത്തരവാദിത്തം നിർവഹിക്കാൻ ആർക്കും കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ സഭയിൽ ഒരു സഹോദരൻ ഇതാ കരമുയർത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ നോക്കൂ, അദ്ദേഹം മുൻപോട്ട് വരിക. മുൻപോട്ട് വന്നിട്ട് അങ്ങ് ദയവ് ചെയ്ത് ഇവരോടൊന്ന് പങ്കുവയ്ക്കുക. എങ്ങനെയാണ് യജമാനൻ എന്ന നിലയിലും ഭർത്താവെന്ന നിലയിലും നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതെന്ന് ദയവ് ചെയ്ത് ഒന്ന് പറയുക എന്ന് പറഞ്ഞു. അങ്ങ് മാത്രമാണ് കരമുയർത്തി പറഞ്ഞത്, ഭർത്താവെന്ന നിലയിൽ, യജമാനൻ എന്ന നിലയിൽ നിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവരോടെല്ലാവരോടും അതെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം മൈക്ക് വാങ്ങിയിട്ട് പറയുകയാണ്, ഞാനും മിണ്ടാതെ ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ ഭാര്യ കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി എഴുന്നേൽക്കാൻ പറഞ്ഞു. അതുകൊണ്ട് എഴുന്നേറ്റു. എന്നാൽ ഇദ്ദേഹം ആരാണ്? ഇവരുടെ എല്ലാം ക്യാപ്റ്റനാണ്. കൈ ഉയർത്താൻ പോലും ആരുടെ പെർമിഷൻ വേണം? ഭാര്യയുടെ പെർമിഷൻ വേണം. പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരു വിവാഹം നടന്നാൽ ആ വിവാഹം വളരെ സന്തോഷകരമായിരിക്കും, സമാധാനകരമായിരിക്കും, വളരെ സംതൃപ്തി നിറഞ്ഞതായിരിക്കും. ആ ജീവിതം സ്വർഗതുല്യമായിരിക്കുന്നു എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ കരമുയർത്താത്തത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആദാമിൻ്റെ വിവാഹം നടത്തിയതാരാണ്? ദൈവമാണ്. ആദാമിന് ഭാര്യയെ തിരഞ്ഞെടുത്തു കൊണ്ടുവന്നതാര്? ദൈവമാണ്. ദൈവമാണ് പെൺകുട്ടിയെ കൊണ്ടുവന്നത്, വിവാഹം നടത്തിക്കൊടുത്തത്. എന്നാൽ ആ കുടുംബം ഒരു മാതൃകാപരമായ കുടുംബമായിട്ടുണ്ടോ? പറയൂ. ബൈബിളിൽ ഭാര്യയും ഭർത്താവുമായി കാണുന്ന ആദമിൻ്റെയും ഹവ്വയുടെയും കുടുംബജീവിതം വളരെ മാതൃകാപരമായ കുടുംബജീവിതമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? കാണുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിലിങ്ങനെ ചോദ്യം വന്നേക്കാം, ദൈവമാണല്ലോ അവരുടെ വിവാഹം നടത്തിക്കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ എന്തുകൊണ്ടാണ് സമാധാനകരമായ ഒരു ജീവിതത്തെ കാണുവാൻ കഴിയാത്തത് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വന്നേക്കാം. ഒന്നാമതായിട്ട്, ആ നല്ല ദമ്പതികളെന്ന സന്ദേശത്തിൽ ആദമിനെയും ഹവ്വയെക്കുറിച്ച് എന്തിന് ഞാൻ പറയുന്നു? ഈ ദമ്പതികൾക്ക് ഞാനൊരു പേരിട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിന്ദിക്കുന്ന ദമ്പതികൾ. എന്താണ്? നിന്ദിക്കുന്നതായ ദമ്പതികൾ. ദൈവം ഇവരെ രണ്ടുപേരെയും ഒരുമിപ്പിച്ചു. പ്രിയ മകനെ, മകളെ, വിവാഹം ചെയ്യുകയാണെങ്കിൽ ദയവ് ചെയ്ത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിങ്ങൾ വിവാഹം ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യരുത്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ വിവാഹം നടത്തുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം അത് ചെയ്യണം. കളർ നോക്കിക്കൊണ്ടോ, കാസ്റ്റ് നോക്കിക്കൊണ്ടോ, ക്യാഷ് നോക്കിക്കൊണ്ടോ നിങ്ങളുടെ മകൻ്റെയോ നിങ്ങളുടെ മകളുടെയോ വിവാഹം നടത്തുവാനായി ശ്രമിക്കരുത്. പിന്നെ എന്ത് കണ്ടുകൊണ്ട് ചെയ്യണം? ക്യാരക്ടർ കണ്ടുകൊണ്ട് ചെയ്യണം, മൂല്യങ്ങൾ കണ്ടുകൊണ്ട് ചെയ്യണം. ഈ വിലയേറിയ കാര്യം മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പല ആളുകളും കാസ്റ്റ് നോക്കിയാണ് കെട്ടുന്നത്. ഞങ്ങളുടെ കാസ്റ്റ് ആണെങ്കിൽ മാത്രം കെട്ടും. ഒരു ദിവസം ഒരു പ്രായമുള്ള മനുഷ്യൻ വന്നു പറയുകയാണ്, ദേവദാസ, എൻ്റെ മകൾക്കൊരു വിവാഹം വേണം, അതുകൊണ്ട് നല്ല ആലോചനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു നിബന്ധനകളും ഇല്ല, ഒരു നിബന്ധനകളുമില്ല. ഒരു നിബന്ധനയുമില്ലെന്ന് പറഞ്ഞല്ലോ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു നിബന്ധനയുമില്ല. എന്നാൽ ഒരു കാര്യം മാത്രം, ഏഞ്ചലിനെ പോലെ ആയിരിക്കണം. എന്താണ്? ഒരു മാലാഖയെ പോലെ ആയിരിക്കണം. അത്രയ്ക്ക് സുന്ദരിയായിരിക്കണം. ഒരു കുടുംബജീവിതം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, വിവാഹ ജീവിതം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയല്ല നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത്. ക്രിസ്തീയ മൂല്യങ്ങൾ ഉള്ളതായ വ്യക്തി, ക്രിസ്തുവിനെ അനുസരിക്കുന്നവനായ വ്യക്തിയുമായിട്ടായിരിക്കണം വിവാഹം നടത്തേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വ്യക്തികളും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കും. പരിശുദ്ധ ദൈവമേ, കർത്താവേ, നിന്റെ മക്കളെല്ലാവരും തന്നെ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണല്ലോ. ഇവർ എല്ലാവരും നിന്നെ അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണല്ലോ. അത്ഭുതകരമായ ശാന്തിയും സമാധാനവും
സംതൃപ്തിയും ദയവ് ചെയ്ത് കൊടുക്കണമേ. നിന്നോട് ചേർന്നുള്ള ജീവിതം നയിച്ച് സകല വ്യക്തികളും സന്തോഷകരമായി ജീവിക്കാനുള്ള ഭാഗ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ലൈവിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും ജീവിതത്തിലും കർത്താവ് നിന്റെ സമാധാനവും സന്തോഷവും കൊടുത്ത് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.